ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹീറോൻ്റെ ഡ്യൂറ്റ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ എന്ന് പറഞ്ഞാൽ റണ്ണിങ് സൗണ്ട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ മിററിൻ്റെ പൊസിഷൻ ചെക്ക് ചെയ്യണം, ഹോൺ ചെക്കപ്പ്, സൗണ്ട് കുറവുണ്ട്, ഓയിൽ മാറ്റണം, ജനറലായിട്ട് സർവീസ് ചെയ്യണം, വാട്ടർ സർവീസ് ചെയ്യണം, പിന്നെ ആക്സിലേറ്റർ കേബിൾ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷൻ താഴേക്ക് ആക്കണേസ് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കേസാണ് ജോബ് കാർഡിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന വർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് സൗണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു സൗണ്ട് വേരിയേഷൻ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ വണ്ടി ഓടുന്ന സമയത്ത് എഞ്ചിൻ സൈഡിൽ നിന്ന് സൗണ്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. അതൊരു ബെയറിങ്ങിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അതിനകത്ത് ആ ശബ്ദ വ്യത്യാസം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന രണ്ട് കാര്യങ്ങളാണ്. അതായത് ഒന്ന് ക്യാം ഷാഫ്റ്റ്, ഈ ഹെഡിൻ്റെ ഇവിടെ വരുന്ന ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ട്, അതിൻ്റെ സൈഡിലത്തെ ബെയറിങ് പോകുമ്പോഴും ഈ ഒരേ അതിൻ്റെ സൗണ്ടായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതുകൂടാതെ ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ട്, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡ് ബെയറിങ് പോകുമ്പോഴും കാണിക്കുന്ന സൗണ്ട് ഒരേപോലത്തെ സൗണ്ടാണ്. ഈ രണ്ട് സൗണ്ട് കേട്ടാലും നമുക്ക് എഞ്ചിൻ്റെ ഇന്നർ പാർട്സിൽ നിന്ന് വരുന്ന സൗണ്ടായിട്ടാണ് തോന്നാം. മിക്കവാറും നമുക്ക് ഒട്ടുമിക്ക വണ്ടികളിലും കാണുമ്പോൾ നമുക്ക് ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ് പോയേക്കണായിട്ടാണ് സാധാരണ അങ്ങനത്തെ സൗണ്ട് വന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണാറ്. അത് നമുക്ക് അഴിച്ച് നോക്കിയാലാണ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഹെഡിൻ്റെ ഈ ഭാഗം അഴിച്ചു കഴിഞ്ഞാൽ അറിയാം ഇവിടുത്തെ ബെയറിങ്ങിന് കംപ്ലയിൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെയാണ്. നേരെ മറിച്ച് ഇവിടുത്തെ ഇത് അഴിക്കുന്ന സമയത്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ക്യാം ഷാഫ്റ്റ് മാത്രം മാറ്റിയിട്ട് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് റെഡി ആയിക്കോളും. എന്തായാലും സൗണ്ട് ഉണ്ട്. ഇനി അങ്ങോട്ട് കിടന്ന് ഓടുന്തോറും ആ കംപ്ലയിൻറ്റ്സ് കൂടാനാണ് സാധ്യത വളരെ കൂടുതൽ കേട്ടോ. പിന്നെ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കിന് കയറ്റി നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ അഴിച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കമ്പനി ലൈനർ കിടക്കണേ, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ലൈനർ ക്ലീൻ ചെയ്ത് അത് തന്നെ യൂസ് ചെയ്യാം. ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഷാഫ്റ്റുമാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു. അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ബെയറിങ്ങാണ്, ആ ഷാഫ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ബെയറിങ്ങിൻ്റെ ഭാഗം ഇടയ്ക്ക് ചില സമയങ്ങളിൽ കംപ്ലയിൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യേണ്ട സമയത്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല. പിന്നെ അതേപോലെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, ടയർ അത്യാവശ്യം ഉപയോഗിക്കാൻ്റെ ഹബിൻ്റെ ഭാഗത്തും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയറിൻ്റെ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യണം. ഗിയർ ബോക്സിലുള്ള ഓയിൽ നല്ല ഓയിലാണ്, ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചു. എയർ ഫിൽറ്റർ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, തൽക്കാലം നമുക്ക് ഈ സർവീസിൽ മാറ്റേണ്ട ആവശ്യമില്ല. എയർ അടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. ഇത് പേപ്പർ ടൈപ്പ് ഫിൽറ്റർ ആയതുകൊണ്ട് തന്നെ എയർ അടിച്ച് ക്ലീൻ ചെയ്തിടാം. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് സർവീസിൽ നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകും. കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് കാണിക്കുകയാണെങ്കിൽ അടുത്ത സർവീസ് നമുക്ക് മാറ്റിക്കളയാം. അടുത്ത സർവീസിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് 4 മാസമാണ് സർവീസിൻ്റെ കാലാവധി കേട്ടോ. അതുവരെ എന്തെങ്കിലും കിടന്ന് ഓടിക്കോളും. പിന്നെ അതേപോലെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് ചെക്ക് ചെയ്യണം, ഓയിൽ ലീക്കിൻ്റെ ഭാഗം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ള ദിവസം നോക്കണം. ഓയിൽ സീലുകൾ ഡാമേജ് ആയിട്ട് നമുക്ക് മാറ്റണം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം, ക്ലച്ച് ഗ്രീസ് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ CVT ക്ലച്ചിൻ്റെ ഭാഗം കൂടി ജനറൽ സർവീസിൽ ചെയ്യണത്. ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ നോക്കി. ബെൽറ്റ് നമുക്കിതിപ്പോൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്, വേറെ ഡാമേജ് ഒന്നുമില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ടൈപ്പ്, റോളർ ഐറ്റംസൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ചെറിയൊരു തേയ്മാനം തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ കംപ്ലീറ്റ് എന്ന് പറയാനൊന്നും ആയില്ല. ബെൻഡെക്സും വർക്കിങ്ങും ഓക്കെയാണ്. ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗത്തും വേറെ വർക്കിങ്ങിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ എയർ അടിച്ച് ക്ലീനാക്കി ആ പൊടിയൊക്കെ കളഞ്ഞ് റീസെറ്റാക്കി എടുക്കാം. ക്ലച്ച് യൂണിറ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഈ ഫ്രണ്ടിലത്തെ ഹെഡ് കവറിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ട് ആ സൈഡ് ഓൾറെഡി ഒരു ലീക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ക്യാം ഷാഫ്റ്റിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അപ്പോൾ അത് ചെക്ക് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ പെർമിഷൻ കിട്ടിയാലും നമുക്കത് അഴിക്കാൻ പറ്റുള്ളൂ. ടാപ്പറ്റ് ലൂസ്, വാൽവൊക്കെ നല്ല രീതിയിൽ ലൂസ് ഉണ്ട്, അതൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എഞ്ചിൻ ഭാഗം ക്ലിയർ ആയിക്കോളും. ബെയറിങ്ങിൻ്റെ കണ്ടീഷൻ, ക്യാം ഷാഫ്റ്റിൻ്റെ ആണെങ്കിൽ കൈയോടെ നമുക്ക് മാറ്റിയിടാം, വേറെ താമസം വരില്ല. നമുക്ക് അതിൻ്റെ ഏകദേശം ഒരു 1000 താഴെ നമുക്ക് ക്യാം ഷാഫ്റ്റ് മാത്രം വരാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പെർമിഷൻ കിട്ടുകയാണെങ്കിൽ ഞാനതൊന്ന് അഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ പറയാം. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. കേബിളൊക്കെ ഔട്ടർ വലിഞ്ഞേക്കാണ്. അപ്പോൾ ഫ്രണ്ടിലത്തെ ബ്രേക്ക് കേബിൾ മാത്രമല്ല, ബാക്കിലേക്ക് പോകുന്ന ബ്രേക്കിൻ്റെ കേബിൾ കൂടി നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റിയിടണം. കാരണം വെച്ചാൽ ബ്രേക്ക് ഒന്നും സ്മൂത്തല്ല, ബ്രേക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ബ്രേക്ക് കേബിളുകൾ മാറ്റിയതിന് ശേഷം ഫ്രണ്ടും ബാക്കും ബ്രേക്കിൻ്റെ ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്തപ്പോൾ ബ്രേക്കിൻ്റെ കേസ് പക്ക ആയിക്കോളും. അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് ചെയ്യാം. സ്പീഡോമീറ്റർ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു, നിലവിൽ വർക്കിംഗ് ആണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഫ്രണ്ട് വീലിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് ടയറിൻ്റെ കണ്ടീഷൻ ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. വീൽ ബെയറിങ്ങും കംപ്ലയിൻ്റ് ഒന്നുമില്ല. റിമ്മിൻ്റെ ഈ നെക്ക് ഭാഗം, ട്യൂബിൻ്റെ നെക്ക് വന്ന ഭാഗത്തൊക്കെ തുരുമ്പ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തൽക്കാലം അങ്ങനെ ഓടട്ടെ. കാര്യമായിട്ടുള്ളത് വന്നു കഴിയുമ്പോഴത്തേക്ക് റിമ്മ് മാറ്റിയിടാനാണ് പറ്റുള്ളത് കേട്ടോ. പിന്നെ ഹോൺ സൗണ്ട് വ്യത്യാസം കാണിക്കുന്നുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കാം. ട്യൂണിങ്ങിൽ കിട്ടിയില്ലെങ്കിൽ ഹോൺ മാറ്റി വയ്ക്കേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ. ബാറ്ററി 2024 മോഡൽ ബാറ്ററി കാണിക്കണം, ആമറോണിൻ്റെ ബാറ്ററിയാണ്. നമ്മളതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13.20, 13.4 എടുത്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ബാറ്ററിക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഹെഡിൻ്റെ ഭാഗം ലീക്ക് ഉണ്ടോ, ഇതാണ് അതിൻ്റെ അവസ്ഥ. എനിക്ക് തോന്നുന്നു ഈ ഓയിൽ മാറാനുള്ള ടൈമിങ്ങൊക്കെ മാറിപ്പോകേണ്ടതെന്ന് സംശയമുണ്ട്. കാരണം എഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ കളറിൻ്റെ അവസ്ഥ ഏതാണ്, കാർബൺ കണ്ടൻറ്റ് വളരെ കൂടുതലുണ്ട് അതിൻ്റെ ഉള്ളിൽ കേട്ടോ.
കറക്റ്റായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യുക, 3000 കിലോമീറ്ററിക്കുള്ളിൽ ഓടാതിരിക്കുക. ഓയിൽ ലെവൽ കുറയണ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് കറക്റ്റായിട്ട് ഓയിൽ ചെക്ക് ചെയ്യുക. അതൊക്കെ നമുക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഒന്ന് മാറ്റി കളഞ്ഞേക്കാം, അത് പൊടിഞ്ഞൊടുങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. അടുത്ത സർവീസ് വയ്ക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ പൊടിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി വലിച്ച് കയറ്റും. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഓയിൽ ചേഞ്ച് വേറെ നിലയിൽ ഓയിൽ ലെവൽ കുറവ് കാണണമെന്നില്ല, പക്ഷേ ഓയിൽ മാറാൻ വൈകുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കറുത്ത് പോകുന്നുണ്ട് എഞ്ചിൻ. ഇതിങ്ങനെ ഓയിൽ കറക്കുമ്പോഴത്തേക്കുള്ള പ്രോബ്ലം വെച്ചാൽ എഞ്ചിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ തന്നെ ആ ഓയിൽ ചെല്ലണ ഭാഗമൊക്കെ ആ കളറിലേക്ക് മാറും. പിന്നെ നമ്മൾ പുതിയ ഓയിൽ ഒഴിക്കുമ്പോഴത്തേക്കും ആ ഓയിലിനകത്തേക്ക് അത് മിക്സായിട്ട് പെട്ടെന്ന് ആ ഓയിൽ അഴുക്കാവും. അതാണ് മെയിനായിട്ടുള്ള പ്രോബ്ലം കേട്ടോ. അപ്പോൾ കറക്റ്റ് ടൈമിങ്ങിലൊക്കെ ഓയിൽ മാറ്റിയാലാണ് നമുക്ക് എഞ്ചിൻ്റെ ഭാഗം നല്ല ഫ്രഷ് ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ആ റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ.